പത്തനംതിട്ടയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിനെ തുടർന്ന് രാത്രിയിൽ KECB ഓഫീസിൽ കിടന്ന് പ്രതിഷേധിച്ച യുവാക്കൾ. വടശ്ശേരിക്കര KECB ഓഫീസിലായിരുന്നു യുവാക്കളുടെ പ്രതിഷേധം. കാട്ടാന ഇറങ്ങുന്ന നാട്ടിൽ വൈദ്യുതി കൂടിയില്ലെങ്കിൽ പ്രതിസന്ധിയിലാകുമെന്ന് യുവാക്കൾ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഒരു കഥ തുറന്നാൽ മുന്നിൽ കാണാൻ ആദ്യം കാണാൻ കടുവ, പിന്നെ ആന, പോരാത്തിന് കൂരിരുട്ട്. ഈ നാട്ടിൽ നിന്ന് ഒരാളും പ്രതികരിക്കില്ല. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ മാത്രമുള്ളൂ പ്രതികരിക്കുക. അതിൻ്റെ പേരാണ് ഞങ്ങളുടെ വടശ്ശേരിക്കര KECB വന്നിട്ട് സംസാരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു 3-4 യുവാക്കൾ മാത്രം വന്നു. ഈ നാട്ടിൽ ഇഷ്ടം പോലെ വെട്ടമുണ്ട്. കാരണം ടൗണല്ലേ, മനുഷ്യന്മാർ ഇഷ്ടം പോലെ. കാരണം കാട്ടിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്ന പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ കണ്ണു തുറന്ന മുന്നിൽ കടുവ, പുലി, സിംഹം, ആന എല്ലാം ഉണ്ട്. കണ്ണു തുറന്നറിയ ആൾക്കാരെ കൊണ്ടുപോകാനാണ് അവിടെ കിടക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ നടക്കുന്നത്. നാട്ടിൽ വെട്ടം കുറേ സാധനമുണ്ട്. മാക്സിമം നമുക്ക് കറണ്ട് വേണം. KECB ഒരു കാര്യമില്ല, വെറുതെ അവരുടെ നമ്പറിൽ വിളിച്ചാലും കിട്ടത്തില്ല, തിരുവനന്തപുരത്ത് വിളിച്ചാൽ കിട്ടുന്നത്, എങ്ങും വിളിച്ചാൽ കിട്ടുന്നത് ഒരു കാര്യമില്ല. വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കാൻ ചെയ്യും. കാട്ടാന റബ്ബർ തോട്ടത്തിൽ ഇറങ്ങിയതിന്റെ ദൃശ്യവും പുറത്തുവിട്ടു. പ്രതിഷേധത്തെ തുടർന്ന് പുലർച്ചെ 1:30 കുമ്പളത്താമണ്ണിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. പ്രവീൺ, എന്തായാലും ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിനെ തുടർന്നുള്ളതാണ് ഈ രാത്രിയിലെ പ്രതിഷേധം യുവാക്കളുടെ. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് യുവാക്കൾ ഇവിടെ വന്ന് പ്രതിഷേധിക്കുന്ന ഈ ഒരു സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണെന്നുള്ളത്. രാവിലെയോടെ എന്തായാലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചോ? എന്താണ് പിന്നീട് ഉണ്ടായത്? ഈ പ്രതിഷേധത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഗുഡ് മോർണിംഗ് ശ്രുതി. പത്തനംതിട്ടയിൽ ഇന്നലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ രാത്രി മഴയും ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റും വീശിയടിച്ചിരുന്നു. ഈ ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പരമാവധി ഈ KECB ജീവനക്കാർ എല്ലായിടങ്ങളിൽ എത്തുകയും ഈ വീണ് കിടക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി വൈദ്യുതി പോസ്റ്റുകളൊക്കെ നേരെയാക്കി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ഇടങ്ങളിലേക്ക് അവർക്ക് പെട്ടെന്ന് എത്തിച്ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരിടമാണ് പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ കുമ്പളത്താമൻ എന്ന സ്ഥലം. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. എപ്പോഴും വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ള സ്ഥലം കൂടിയാണ്. അവർ പുറത്തുവിട്ട ദൃശ്യത്തിൽ കാണാം, റബ്ബർ തോട്ടത്തിലൂടെ ഒരു കാട്ടാന പോകുന്നത് കാണാം. അത് ഇന്നലെ വൈകിട്ട് 5:45 കാട്ടാന ഇറങ്ങിയത്. അതിനുശേഷം വൈദ്യുതി ബന്ധം ഇല്ലാതാകുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഈ യുവാക്കൾ പറയുന്നത്, തങ്ങളുടെ നാട്ടിൽ ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കാൻ ഏറെ സമയമെടുക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൈദ്യുതി ബന്ധം വൈകിട്ട് തടസ്സപ്പെടുകയും പിന്നീട് രാവിലെ KECB ജീവനക്കാർ വന്ന് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഇങ്ങനെ നീണ്ട മണിക്കൂറുകൾ വൈദ്യുതി ബന്ധം ഇല്ലെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് കുമ്പളത്താമൺ പ്രദേശവാസികളായിട്ടുള്ള ഏതാനും യുവാക്കൾ ഇന്നലെ പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ KECB ഓഫീസിലേക്ക് രാത്രി 9 മണിയോടെ എത്തിയത്. അവർ ഓഫീസിനകത്ത് കയറി അവിടെ കിടന്നുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. പിന്നീട് രാത്രി 1:30 KECB ജീവനക്കാർ ആ പ്രദേശത്തെത്തി 11 kV ലൈനിൽ വീണ മരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും KECB ജീവനക്കാർ പരമാവധി എല്ലായിടങ്ങളിലും എത്തുന്നുണ്ടെങ്കിൽ പോലും ചില പരിമിതികളുടെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ആ പ്രദേശത്ത് ഇപ്പോൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ KECB ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ്? കാരണം പലയിടങ്ങളിലും രാത്രി കറണ്ട് പോയിരുന്നു സംസ്ഥാനത്തൊട്ടാകെ. അപ്പോൾ ഇവിടെ KECB ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം എന്താണ്? അവരുടെ ഒരു വിശദീകരണം. അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത്, രാത്രി ഈ ചെറുപ്പക്കാർ അവിടെ എത്തി അവരോട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു. അവർ പ്രധാനമായും ഈ യുവാക്കൾ പറഞ്ഞൊരു കാര്യം, ടൗൺ മേഖലകളിലൊക്കെ വൈദ്യുതി ബന്ധം ഇല്ലാതായാൽ അവർ പെട്ടെന്ന് ജീവനക്കാർ ശരിയാക്കുന്നു. പക്ഷേ തങ്ങളുടെ നാട്ടിൽ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് അവർ എത്താൻ വൈകുന്നു എന്നാണ് ഈ ചെറുപ്പക്കാർ പറഞ്ഞത്. പക്ഷേ KECB ജീവനക്കാർ പറയുന്നത്, അവിടെ 11 kV ലൈനിന് മുകളിലേക്ക് ഒരു മരം വീണിരുന്നു. അങ്ങനെയാണ് അവിടെ വൈദ്യുതി ബന്ധം തകരാറിലായത്. തങ്ങൾ പിന്നീട് അവിടേക്ക് എത്തുകയും അതിന്റെ ശിഖരങ്ങളെല്ലാം മുറിച്ചു മാറ്റി വൈദ്യുതി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അവരിപ്പോൾ പറയുന്നത് ഇനിയും 3 വൈദ്യുതി പോസ്റ്റുകൾ കൂടി അവിടെ നേരെയാക്കാനുണ്ട് എന്നാണ്. ഏതായാലും തങ്ങളുടെ ഭാഗത്തു നിന്നും പരമാവധി ശ്രമം എല്ലായിടത്തും ഓടിയെത്താൻ നടത്തുന്നുണ്ട് എന്നാണ് KECB ജീവനക്കാരും പറയുന്നത്. ശരി, എന്തായാലും പത്തനംതിട്ടയിലാണ് ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിനെ തുടർന്നുണ്ടായിരുന്ന പ്രതിഷേധം. രാത്രിയിലാണ് KECB ഓഫീസിൽ കിടന്ന് പ്രതിഷേധിച്ച യുവാക്കൾ ഒടുവിൽ പുനഃസ്ഥാപിച്ചു വൈദ്യുതി രാവിലെയോടെ എന്നുള്ളതാണ്.